പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഒരു നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവവചന ശ്രോതാക്കൾക്കും ആത്മീക പ്രബുദ്ധന്മാരായ കർത്തൃദാസന്മാർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആയുസ്സും ആരോഗ്യവും കൃപയും നൽകി തന്ന സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും കരയേറ്റുന്നു. നിങ്ങളെല്ലാവരും ശുഭമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ ദിവസങ്ങളിലെ എൻ്റെ വചന ധ്യാനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് നമ്മുടെ സംസാരത്തെ ക്രമപ്പെടുത്തുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണെന്ന് വചനാടിസ്ഥാനത്തിൽ മനസ്സിലായതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സംസാരത്തെ ക്രമപ്പെടുത്തുന്നത് എന്നുള്ള ഒരു പഠനത്തിനകത്താണ് ഈ ദിവസങ്ങളിൽ ഞാനായിരിക്കുന്നത്. അങ്ങനെ സംസാരത്തെ ക്രമപ്പെടുത്തുന്നതുമായുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങൾ പഠിച്ചു വരവേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങേണ്ടതിന് വേണ്ടി ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. ദയവായി ബൈബിളുള്ളവർ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം 29 മുതൽ 32 വരെ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. റോമാലേഖനം ധന്യനായ പൗലോസ്ലീഹ എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ പാപികളുടെ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ ഈ 1-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നിരത്തുകയാണ്. പാപികൾ ചെയ്ത പാപത്തിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ നിരത്തുന്നത്. ഈ ലിസ്റ്റ് ഏകദേശം 21 കൂട്ടം പാപങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ 21 കൂട്ടം പാപങ്ങൾ 29-ാം വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ പൗലോസ് പറഞ്ഞിട്ട് 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. അപ്പോൾ ഈ 21 കൂട്ടം പാപം പ്രവർത്തിക്കുന്നവരുടെ ശിക്ഷ, മരണശിക്ഷ, അതിനുള്ള യോഗ്യരാണെന്നുള്ള വ്യക്തമേറിയ ഒരു ചിന്ത പൗലോസ് മുന്നോട്ട് വെക്കുന്നു. അതിൽ എന്നെ ചിന്തിപ്പിച്ചത് ഒത്തിരി 21 കൂട്ടം പാവങ്ങളുമുണ്ട്, എല്ലാം ഗൗരവമുള്ളതാണ്. എല്ലാം കൂടെ എടുത്തു പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒരു വിഷയം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ വിഷയം 30-ാം വാക്യത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവിടെ ഏഷണിക്കാർ എന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏഷണിക്കാർ എന്നുള്ള പ്രയോഗം, ഏഷണിക്കാർ എന്നുള്ള ഈ പ്രയോഗം നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ വളരെ ആളുകൾ ഏഷണിയുടെ ഇരകളായി തീർന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് വിശ്വാസികളുടെ ഇടയിലുമുണ്ട്, അവിശ്വാസികളുടെ ഇടയിലുമുണ്ട്, ലോകക്കാരുടെ ഇടയിലുണ്ട്. മലയാളികളെന്നോ മലയാളികളല്ലാത്തവരെന്നോ ഒന്നുമില്ല. എല്ലാ ഭാഷക്കാരുടെ ഇടയിലും ഏഷണിക്കാര് ഉണ്ട്. ദൂഷണം പറയുന്നവർ, അല്ലെങ്കിൽ നുണ പറയുന്നവർ, ഈ ആളുകൾ എല്ലാ ആളുകളുടെ ഇടയിലുമുണ്ട്.
അത് വിശ്വാസി സമൂഹത്തിൽ മാത്രമല്ല, അവിശ്വാസി സമൂഹത്തിലും ഉണ്ട്. എന്നാൽ ഇതിന് ഇരകളായി തീരേണ്ടവർ, അല്ലെങ്കിൽ ഇരകളായി തീർന്നവർ, ഈ ഏഷണിക്ക് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് ചിലരുടെയൊക്കെ ജീവനും ജീവിതവുമൊക്കെയാണ്. സ്തോത്രം. ഇപ്പോഴും ഏഷണ നിമിത്തം തെറ്റിദ്ധരിക്കപ്പെട്ട് തകർന്നുപോയ ബന്ധങ്ങൾ, തകർന്നുപോയ കുടുംബങ്ങൾ, സൗഹൃദങ്ങൾ ഒക്കെ നിരവധി നമ്മുടെ മുൻപിൽ കിടപ്പുണ്ട്. സ്തോത്രം. പക്ഷെ ഈ ഏഷണി പറയുന്നവർ അറിയാതെ പോകുന്നൊരു കാര്യം, ഏഷണിക്കാർക്കുള്ള ദൈവത്തിന്റെ വിധി മരണ ശിക്ഷയ്ക്ക് അവരെ പാത്രീഭൂതമാക്കും എന്നുള്ളതാണ്. അവർ മരണശിക്ഷയ്ക്ക് യോഗ്യരാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ദൈനംദിന ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഏഷണി പറയാതിരിക്കുക എന്നുള്ള ഈ വിഷയം. സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്ന് വരാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. ദൈവവചന അടിസ്ഥാനത്തിൽ വചനം ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് അല്പനിമിഷം ഒന്ന് ചിന്തിക്കാമെന്നാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ പല പേരുകൾ ഏഷണിക്ക് പറയുന്നുണ്ട്. ഗോസിപ്പ് എന്നൊരു പദം ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അതെനിക്ക് ഒന്ന് കുറച്ചുകൂടെ പറയാൻ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പദമാണ് എനിക്ക് തോന്നുന്നു, ഗോസിപ്പ്. വേറെ ഒരു പദം പറയുന്നത് ഇൻഫോമർ എന്ന് പറയുന്നുണ്ട്. ഇൻഫോമർ, വിവരം കൊണ്ട് കൊടുക്കുന്നയാളെന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ടെലിബേറർ എന്നൊരു പദം, ടെലിബേറർ എന്നൊരു പദം ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ള പദങ്ങളാണ് ഏഷണി എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഏഷണി എന്ന് പറയുമ്പോൾ നുണയൻ എന്ന അർത്ഥത്തിലും ഭോഷ്ക് പറയുന്നവൻ എന്ന അർത്ഥത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. സ്തോത്രം. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഏഷണിയാകട്ടെ, ഈ ദൂഷണമാകട്ടെ, നുണയാകട്ടെ, ഭോഷ്കാകട്ടെ, ഇത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് സാത്താന്റെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യമാണ്. ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെന്ന് സ്പഷ്ടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സാത്താനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ദൈവം സത്യമാണ്, ദൈവത്തിന് എപ്പോഴും ഉവ്വ് ഉവ്വ് ഇല്ല ഇല്ല എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. അവൻ വ്യാജം പറയാൻ മനുഷ്യനല്ല, കൽപ്പിച്ചാൽ നിവർത്തിക്കുന്ന ദൈവമാണെന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. സാത്താനെ കുറിച്ച് പറയുന്നത് അവൻ ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പറയുന്നതിൻ്റെ അപ്പനുമാണ്. സ്തോത്രം. അപ്പോൾ ആരെങ്കിലും ഏഷണി പറയുന്നെങ്കിൽ, ദൂഷണം പറയുന്നെങ്കിൽ, അവർ നുണ പറയുന്നെങ്കിൽ, ഭോഷ്ക് പറയുന്നെങ്കിൽ അവരുടെ അകത്ത് പ്രവർത്തിക്കുന്നത് ദൈവാത്മാവല്ല, അത് നിശ്ചയമായും അത് സാത്താനി സ്പിരിറ്റ് ആണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ ഏഷണി എന്നുള്ളതിന്, അല്ലെങ്കിൽ ടെലിബേറർ, അല്ലെങ്കിൽ ഗോസിപ്പ്, അല്ലെങ്കിൽ ഇൻഫോമർ, ഇതിൻ്റെ 2 ഗ്രീക്ക് പദങ്ങളാണ് ഏഷണി എന്നുള്ളതിന് പ്രധാനമായും കൊടുത്തിരിക്കുന്നത്. 2 ഗ്രീക്ക് പദങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് നിർഗാൻ എന്നൊരു പദമാണ്. നിർഗാൻ എന്നൊരു പദമാണ്. പ്രൊണൗൺസിയേഷനകത്തിലും വ്യത്യാസം കാണും. നിർഗാൻ എന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ദ്രോഹപരമായ സംസാരത്തിലൂടെ വേർപിരിയലിന് കാരണമുണ്ടാക്കുന്നയാൾ എന്നാണ്. മനസ്സിലായില്ലേ? വളരെ യോജിച്ച് അടുപ്പത്തിൽ നിൽക്കുന്ന 2 വ്യക്തികളെ ദ്രോഹപരമായ സംസാരം അവരുടെ ഇടയിലേക്ക് കടത്തിവിട്ട് അവരെ വേർപിരിയലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയും ആ വ്യക്തിയുടെ സംസാരവുമാണ് ഏഷണി എന്ന് പറയുന്നതെന്നാണ് ഈ നിർഗാൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായൊരു അർത്ഥം തന്നെയാണ്. സ്തോത്രം. ഏഷണിയിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ആരെക്കുറിച്ചാണോ ഏഷണി പറയുന്നത് ആ വ്യക്തി അതുവരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹവും വ്യക്തികളും ഈ വ്യക്തിക്കുണ്ടാകുന്ന, ഇദ്ദേഹത്തിന് നേരെ വരുന്ന ഏഷണി നിമിത്തം അദ്ദേഹത്തെ വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. സ്തോത്രം. ഈ ഏഷണിയുടെ നിജസ്ഥിതി ശരിയാണോ എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. ആളുകൾ പിന്നെ അദ്ദേഹത്തിലേക്ക് വരുന്നില്ല, വേർപിരിയലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ഏഷണിയുടെ ഒരു കടുത്ത ഫലമാണ്. സ്തോത്രം.
ഇപ്പം ഞാൻ ഒരു ഏഷണിക്ക് വിധേയപ്പെട്ടാൽ ഇതുവരെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നവർ, സംസാരിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഈ ഏഷണി എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ പിന്നെ സംസാരിക്കുന്നില്ല, വിളിക്കുന്നില്ല. അതുവരെയുള്ളവരെല്ലാം വിട്ടുപോകുകയാ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ ഏഷണിയുടെ നിജസ്ഥിതി ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. അത് ശരിയാണോ എന്ന് ആരും നോക്കുന്നില്ല. ആ ഗോസിപ്പ് കേട്ട് കഴിഞ്ഞാൽ, ആ ഇൻഫർമേഷൻ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിവരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു, പിന്നെ ആളെ വെറുക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ ഏഷണിയുടെ പിന്നിൽ സംഭവിക്കുന്ന വലിയ തിക്താനുഭവങ്ങളാണ്. ഇതിൻ്റെ ഇരയായിട്ടുള്ളവർ, അതിൻ്റെ മാനസിക പീഡനം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കാര്യമാണ്. നാളെ ഇത് നിങ്ങളെ തേടിയും വരാം. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതൊരു ഗ്രീക്ക് പദം, ഈ ടെലിബെയറർ അല്ലെങ്കിൽ ഗോസിപ്പ് അല്ലെങ്കിൽ ഇൻഫോമർ എന്നുള്ള, ഏഷണി എന്നുള്ളതിന് രണ്ടാമത് പറയുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. റാഖിൽ എന്നൊരു പദമാണ്. റാഖിൽ എന്നൊരു പദമാണ്. RAKIL എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ റാഖിൽ എന്നൊരു പ്രൊനൗൺസിയേഷനാണ് കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം കഥ പറയുന്നവർ. 2, ഗോസിപ്പോ അപവാദമോ പ്രചരിപ്പിക്കുന്നതിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി. അപ്പൊ ഈ ഏഷണിക്കാര് ഒരിടത്ത് നിൽക്കില്ല, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഇൻഫർമേഷൻ എടുത്ത് അവിടെ കൊണ്ട് കൊടുക്കും, അവിടുന്ന് കൊണ്ട് ഇവിടെ കൊടുക്കും. ന്യൂസ് പിടുത്തം പറയും മലയാളത്തിൽ. ഞാനിങ്ങനെ ചിന്തിച്ച്, ഏഷ്യാൻ്റെക്കാരൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ ഇവരെ കൊണ്ടുപോയരും. ഭയങ്കര കഴിവല്ലേ. സ്തോത്രം. ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ സഞ്ചരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഫോണിനകത്തൂടെ വിളിച്ചായിരിക്കും ഇപ്പൊ പറയുന്നത്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആയിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. രണ്ടാമത്തെ റാഖീൽ എന്ന ഗ്രീക്ക് പദം പറയുന്നത് കഥ പറയും. ഇവർ കഥ ഉണ്ടാക്കി പറയും. ആരും വിശ്വസിച്ചു പോകും പ്രിയരെ. സ്തോത്രം. 2, ഈ ഗോസിപ്പും അപവാദങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ സഞ്ചരിക്കും. എത്ര പൈസ മുടക്കാനും എത്ര ദൂരം സഞ്ചരിക്കാനും പ്രശ്നമില്ല. ഒരു യോഗത്തിന് പോകാൻ മാത്രമേ ഉള്ളൂ പ്രശ്നം. സ്തോത്രം. ഇതാണ് ഇതിൻ്റെ ഗ്രീക്ക് പദങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിച്ചാൽ ഏഷണിയിലൂടെ കടന്നുപോയ പലരുമുണ്ട്. പ്രധാനമായും നമുക്ക് 2 പേരെ എടുക്കാം. സ്തോത്രം. ഒന്നാമത്തെ ആള് നമുക്ക് ദാവീദിനെ തന്നെ എടുക്കാം. സ്തോത്രം. ദാവീദിനെ കുറിച്ച് 3-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തിങ്കിൽ നിന്ന് പോലും തനിക്ക് രക്ഷ വരത്തില്ലെന്ന് പലരും തന്നെ കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിനോട് പറയുന്നുണ്ടെന്നല്ല, പലരും അവിടെ ഇവിടെയൊക്കെ ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്, അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷ വരത്തില്ല, ദൈവത്തിങ്കിൽ നിന്ന് പോലും രക്ഷ വരിക. പലയിടത്തും നടന്ന് പറഞ്ഞു. അവസാനം ദാവീദ് ഇത് കേട്ടു. അതാണ് ദാവീദ് പറഞ്ഞത്, പല ഗോസിപ്പ് തന്നെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തിങ്കിൽ നിന്ന് പോലും തനിക്ക് രക്ഷ വരികയില്ല. സ്തോത്രം. എന്നാൽ ആ ഗോസിപ്പിന്റെ മുന്നിൽ ദാവീദ് തളർന്നു പോയില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. അവരും ഇവരും ഒക്കെ ഗോസിപ്പ് പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾ അത് കേട്ട് ചൂരച്ചെടി വെച്ച് പിടിപ്പിച്ച് അതിന്റെ കീഴെ പോയി കിടക്കരുത്. പകരം ദാവീദ് പറഞ്ഞതുപോലെ പറയണം. എന്താ പറയേണ്ടത്? ദാവീദ് പറഞ്ഞു, ദൈവത്തിങ്കിൽ നിന്ന് പോലും തനിക്ക് രക്ഷ വരത്തില്ലെന്ന് പലരും തന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത്, നീയോ യഹോവേ എൻ്റെ പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. സ്തോത്രം. പ്രിയരെ, നിങ്ങളെക്കുറിച്ച് ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. അത് അവരുടെ ഒപ്പീനിയൻ. ഗോസിപ്പുകൾ പറഞ്ഞേക്കാം, ഏഷണികൾ പറഞ്ഞേക്കാം, നുണ പറഞ്ഞേക്കാം. പക്ഷേ ഇവരാരുമല്ല നിന്നെ ഉയർത്തുന്നത്. നിന്നെ ഉയർത്തുന്നത് ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ആ ഗോസിപ്പ് കേട്ടിട്ട് ദാവീദ് തളർന്നുപോയില്ല. ദാവീദ് അതിനെ പ്രതികരിച്ചു. ദൈവത്തെങ്കിൽ നിന്ന് പോലും രക്ഷ വരികയില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദാവീദ് പറഞ്ഞു, നീയോ യഹോവേ എൻ്റെ പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. സ്തോത്രം. രണ്ടാമത് വീണ്ടും ദാവീദിന് നേരെ ഏഷണി അല്ലെങ്കിൽ ഗോസിപ്പ് ഉണ്ടായി. സ്തോത്രം. 41-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, 41-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മതി. ദാവീദ് പറയാണ്, ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു, അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു, അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു.
ദാവീദ് രോഗിയായി കിടന്നപ്പോൾ ആരോ തന്നെ കാണാൻ വന്ന വിഷയമാണെന്നാണ് ചില വേദചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. ശരിയായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കും. പക്ഷെ ദാവീദിനെ കാണാൻ വരുന്നവരൊക്കെ ദാവീദെ ഭാരപ്പെടേണ്ട, ദൈവം പ്രവർത്തിക്കും, സൗഖ്യമാകും, നീ വിടുതൽ പ്രാപിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ പുറത്തു പോയിട്ട് നേരെ ഓപ്പോസിറ്റ് പറയുക, ദൂഷണം പറയുക. എന്താ പറയുന്നതെന്നറിയാമോ? 8-ാം വാക്യത്തിൽ, സ്തോത്രം, ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. സ്തോത്രം. ഓക്കെ, ഇത് പറഞ്ഞത് വേറെ ആരുമല്ല. അകത്ത് വന്നിട്ട് ദാവീദിനെ ധൈര്യപ്പെടുത്തി, സൗഖ്യമാകും, വിടുതൽ പ്രാപിക്കും, നിനക്ക് നാളെ നീ പുറത്തു വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വെളിയിൽ പോയിട്ട് ഇവർ പറഞ്ഞു, രേഷണി പറയുക, ദുർവർത്തമാനം പറയുക. എന്താ പറഞ്ഞതെന്നറിയാമോ? സ്തോത്രം. എന്താ പറഞ്ഞത്? ഒരു ദുർവ്യാധി അവന് പിടിച്ചു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേക്കാനൊന്നും പോകുന്നില്ല. സ്തോത്രം. ഇത് പറഞ്ഞത് ആരാന്നറിയോ? ഇത് പറഞ്ഞത് വെറുതെക്കാരല്ല. പിന്നെ ആരാ പറഞ്ഞത്? 9-ാം വാക്യം, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പം ഈ ഏഷണി പറഞ്ഞത്, ദുർവർത്തമാനം പറഞ്ഞത് വേറെ പുറത്തുനിന്നുള്ളവരൊന്നുമല്ല, തൻ്റെ പ്രാണസ്നേഹിതനാണ്, തൻ്റെ കൂടെ ഇരുന്നവനാണ്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, താൻ വിശ്വസിച്ച ആളാണ്, തൻ്റെ അപ്പം തിന്നയാളാണ്. സ്തോത്രം. മിക്കവാറും ഏഷണികളും ദുർവർത്തമാനങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ, നിങ്ങൾക്ക് നേരെ ദുർവർത്തമാനം പറയുന്നവർ, ഏഷണി പറയുന്നവർ മിക്കവാറും നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവരോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സോ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫാമിലി ഫ്രണ്ട്സോ, നിങ്ങൾ വിശ്വസിച്ച ആളോ ഒക്കെ ആയിരിക്കും. സ്തോത്രം. പക്ഷെ നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ദാവീദിനുണ്ടായത് അങ്ങനെയാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഏഷണികളെ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥിക്കാം, ദൈവസന്നിധിക്കുക. ദൈവം നിന്റെ നീതി വെളിപ്പെടുത്തും, ഇന്നല്ലെങ്കിൽ നാളെ. സ്തോത്രം. ഒരു കാര്യം കൂടെ, ഇത് മാത്രമല്ല, നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, സ്തോത്രം, ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേഗം ഓടിപ്പോകാം. 6-ാം അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. ബൈബിൾ നിങ്ങൾ നോക്കണേ, നെഹമ്യാവ് 6:6. അതിൽ എഴുതിയിരിക്കുന്നത്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്, നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. നെഹമ്യാവ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു ഏഷണി, ദുർവർത്തമാനം വെളിയിൽ പരക്കുക. എന്താ? സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഹേഷമും കൂടെ ചേർന്ന് ഒരു ഏഷണിക്കഥ, ഒരു കഥ മെനഞ്ഞു, ഒരു സ്റ്റോറി ഉണ്ടാക്കി. അത് ഒരു ദുർവർത്തമാനം, ഒരു നുണ പ്രചരിപ്പിച്ചു. എന്താന്ന് ചോദിച്ചാൽ, നെഹമ്യാവ് രാജാവാകാൻ ഭാവിക്കുന്നു. എന്നിട്ട് അവര് നെഹമ്യാവിന് അയച്ച കത്തിൽ പറയുകയാണ്, നീ രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം, വെളിയിൽ കേൾക്കുന്ന വർത്തമാനം. എപ്പോഴാ ഈ ഏഷണി വന്നതെന്നറിയാമോ? സ്തോത്രം. 1-ാം വാക്യം, 6:1, ഞാൻ മതിൽ പണിതു, ആ കാലത്ത് പടിവാതിലുകൾക്ക് കഥകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഹേഷമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, നീ ചിലത് പണിതെന്നും അറ്റകുറ്റം മുഴുവൻ നീ തീർത്തെന്നുമൊക്കെ കേട്ടപ്പോഴാണ് ഈ ഏഷണിയുമായിട്ട് ഇറങ്ങിയത്. എനിക്ക് മനസ്സിലാകുന്നൊരു പ്രധാന കാര്യം, പ്രയോജനപ്രദമാകുന്ന, ദൈവത്തിന്റെ കയ്യിൽ പ്രയോജനപ്പെടുന്ന ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർക്ക് നേരെ മാത്രമേ ഏഷണി വ്യക്തികളിലൂടെ പിശാച് തൊടുത്തു വിടുന്നുള്ളൂ. കാരണം സാത്താന്റെ സാമ്രാജ്യം തകർക്കുന്ന എന്തെങ്കിലും ഒരു ശുശ്രൂഷ നിന്നിലുണ്ടെങ്കിൽ, നിന്നെ പിശാച് ഏറ്റവും കൂടുതൽ മാനസികമായി പീഡിപ്പിക്കുന്നത് ഈ ഏഷണിയിലൂടെയും നുണപ്രചരണത്തിലൂടെയും ഈ ഗോസിപ്പിലൂടെയുമായിരിക്കും. നെഹമ്യാവ് മതില് പണിതു തീർത്തെന്ന്. സ്തോത്രം. ഇനി അറ്റകുറ്റം മുഴുവൻ ശേഷിപ്പിച്ചില്ലെന്ന് കണ്ടപ്പോൾ 4 പ്രാവശ്യം ഇവൻ നെഹമ്യാവിൻ്റെ അടുത്ത് ആളെ വിട്ടു, നീ മരുഭൂമിയിലോട്ട് വാ, നമുക്കൊരു സമ്മേളനം നടത്താം, മീറ്റ് ചെയ്യാം. നെഹമ്യാവ് പറഞ്ഞു, എനിക്ക് ദൂരത്തേക്ക് വരാൻ കഴിയില്ല, എനിക്കൊരു വലിയ വേല ഇവിടെ കിടപ്പുണ്ട്, എൻ്റെ പണി മെനക്കെട്ട് പോകും, അതുകൊണ്ട് ഞാൻ വരും. 4 പ്രാവശ്യവും ഇവരുടെ ഇൻവിറ്റേഷൻ നെഹമ്യാവ് തള്ളിക്കളഞ്ഞു. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വരുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഒരു ദുർവർത്തമാനം നെഹമ്യാവിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുക, രാജാവും അതിപ്പോ കേൾക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ, നീ രാജാവാകാൻ ഭാവിക്കുന്നു എന്നൊരു ദുർവർത്തമാനം ചുറ്റും പരക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ രാജാവ് കേട്ട് കഴിഞ്ഞാൽ നിനക്കെതിരെ രാജാവ് ആക്ഷൻ എടുക്കും.
അപ്പൊ പേടിച്ച് ഇവരുടെ അടുത്ത് ചെല്ലണം. സ്തോത്രം. മിക്കവാറും ദുർവർത്തമാനങ്ങളെല്ലാം അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ആള് സംസാരിക്കാതെയും ഈ ആള് പ്രവർത്തിക്കാതെയും പ്രസംഗിക്കാതെയും അല്ലെങ്കിൽ വഴങ്ങാതെ വരുമ്പോൾ പിന്നെയുള്ള മാർഗം എന്താ? ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള ദുർവർത്തമാനം പറയുക, ഏഷണി പറയുക. നെഹമ്യാവ് ചിന്തിച്ച പോലും കാര്യമല്ല രാജാവാകുവാൻ ഭാവിക്കുന്നത്. സ്തോത്രം. താൻ ദൈവത്താൽ അയക്കപ്പെട്ടു, 52 ദിവസം കൊണ്ട് മതിൽ പണിതു, തിരിച്ചു പോകാനുള്ള പ്ലാനില്ല താൻ. പക്ഷേ ഒരു ദുർവർത്തമാനം. സ്തോത്രം. ഇന്ന് കർത്താവായ യേശുക്രിസ്തു ഒത്തിരി ദുർവർത്തമാനം കേട്ടു. ജനിച്ച സമയം മുതൽ കർത്താവിനെ ഭ്രാന്തനാണെന്ന് ദുർവർത്തമാനം പറഞ്ഞവരുണ്ട്, മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞവരുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന ആക്ഷേപം പറഞ്ഞവരുണ്ട്. ഇന്ന് നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, സ്തോത്രം, ഏതെങ്കിലും വ്യക്തികളുടെ ഏഷണിയിലൂടെ, ഏതെങ്കിലും ആളുകളുടെ അപവാദത്തിലൂടെ, ഏതെങ്കിലും വ്യക്തികളുടെ നുണപ്രചരണത്തിലൂടെ തകർന്നു പോകുന്ന ഒരു വ്യക്തിത്വമല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. നിന്റെ നീതി ദൈവസന്നിധിയിൽ നീ തെളിയിച്ചാൽ മതി. ബാക്കി ലോകത്തിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി നിന്റെ നീതി തെളിയിക്കും. സ്തോത്രം. നോക്കിക്കേ, യോസഫ് തെറ്റു ചെയ്തു എന്ന് തെളിയിക്കാൻ പൊത്തിപ്പറിന്റെ ഭാര്യയുടെ കയ്യിൽ അങ്കിയുണ്ടായിരുന്നു. താൻ തെറ്റു ചെയ്തില്ലെന്ന് തെളിയിക്കാൻ യോസഫിന്റെ ഭാര്യയുടെ കയ്യിൽ അത് തെളിവ് നിൽക്കുമ്പോഴും അത് യോസഫിന്റെ കയ്യിൽ യാതൊരു വിധമായ തെളിവുമില്ല. യോസഫിന്റെ 13 വർഷത്തെ ആ ജീവിതകാലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ ഏറ്റവും വലിയ ഒരു ആരോപണത്തിനാണ് യോസഫ് വിധേയനായിരിക്കുന്നത്. താൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ യോസഫിന്റെ ഒരു തെളിവുമില്ല. പക്ഷെ ചെയ്യാത്ത തെറ്റ് താൻ ചെയ്തു എന്ന് തെളിയിക്കാൻ പൊത്തിപ്പറിന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു അങ്കിയുടെ കഷ്ണമുണ്ട്. ചില സമയങ്ങളിൽ നീ എത്ര ശ്രമിച്ചാലും നിന്റെ നിരപരാധിത്വം നിനക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് വരികയല്ല. തെളിയിക്കാൻ നിന്റെ ഒരു തെളിവ് കാണുകയല്ല. നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം നീ ചെയ്യാത്ത തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സമ്മർദ്ദിക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കയ്യിൽ ആക്ഷേപം, ഏഷണി പറയുന്നവരുടെ ചിലപ്പം തെളിവുണ്ടാകും. സ്തോത്രം. എല്ലാ തെളിവും ഒറിജിനൽ ആകണമെന്നില്ല, ജെനുവിൻ ആകണമെന്നില്ല. അതുകൊണ്ട് യോസഫിന് ദൈവം മുമ്പാകെ ഒരു നീതി ഉണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, ആര് ചുറ്റും ഏഷണി പറഞ്ഞാലും ഗോസിപ്പ് പറഞ്ഞാലും നുണപ്രചരണം നടത്തിയാലും നിന്റെ മുമ്പിൽ നീ ദൈവസന്നിധിയിൽ നീതി തെളിയിക്കണം. സ്തോത്രം. എന്നാൽ ദൈവം ലോകത്തിന്റെ മുമ്പിൽ നിന്റെ നീതി തെളിയിക്കും. സ്തോത്രം. ഒരു കാര്യം കൂടെ വേഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ എന്താണ് ഈ ഏഷണിക്കാരുടെ ലക്ഷ്യം? എന്താണ് ഈ നുണപ്രചരണം നടത്തുന്നവരുടെ, ഈ ഏഷണി പറയുന്നവരുടെ സ്തോത്രം ലക്ഷ്യം എന്താണ്? സ്തോത്രം. അതിലേക്കാണ് ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും മറ്റു പലരുടെ അനുഭവത്തിൽ നിന്നും വിദഗ്ധരായ ദൈവവചന പഠിതാക്കന്മാരുടെയൊക്കെ പഠനത്തിൽ നിന്നൊക്കെ അവരൊക്കെ പറയുന്ന കാര്യം, ഈ ഏഷണിക്കാരുടെ ഒരു 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 പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വില കുറച്ച് കാണിക്കാൻ, അദ്ദേഹത്തിന്റെ നന്മയ്ക്കായിട്ടല്ല, അദ്ദേഹത്തെ തകർത്ത് കളയാൻ, അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കി കാണിക്കാൻ, മറ്റുള്ളവരോട് പരത്തുന്ന കാര്യത്തെയാണ് ഏഷണി എന്ന് വിളിക്കുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഏഷണിക്കാരെന്താ ചെയ്യുന്നത്? സ്തോത്രം. നിങ്ങളുടെ വില കുറയ്ക്കാൻ, നിങ്ങളുടെ ഇമേജ് തകർത്ത് കളയാൻ, സ്തോത്രം, നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തകർത്ത് കളയാൻ, നിങ്ങളെ മോശക്കാരനാണെന്ന് ചിത്രീകരിക്കാൻ അവിടെ കൊണ്ടുപോയി അവർ പറയുന്ന കാര്യങ്ങൾ, അവര് മെനയുന്ന കഥ, അവർ അവതരിപ്പിക്കുന്ന ഗോസിപ്പ്, ആ നുണപ്രചരണത്തിന്റെ പേരാണ് ഏഷണി. സ്തോത്രം. ഈ ഏഷണിക്കാർ ജാഗ്രതയെ, നിങ്ങൾ മരണശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായി റോമാലേഖനം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മറ്റുള്ളവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക, അവരുടെ ക്യാരക്ടറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്തോത്രം. മറ്റൊരാളുടെ സ്വഭാവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ പുറകിൽ നിന്നുകൊണ്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യുക. സ്തോത്രം. ഇത് ദൈവം വളരെ ഗൗരവമായി എടുക്കുന്ന ഗുരുതരമായ പാപമാണ്. സ്തോത്രം. ഇത് ചെയ്യുന്നവരും സ്തോത്രം ചെയ്യാത്തവരും എല്ലാം ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയമാണ്. സ്തോത്രം.
ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരാം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ അഭിപ്രായം നമുക്ക് നോക്കാം. ബൈബിൾ ഉള്ളവർ ബൈബിൾ തുറന്നു നോക്കണേ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യം. ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രമാണം കൊടുത്തവൾ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവയാകുന്നു. ഓ, എന്നാ വെളിപ്പാട് ദൈവം പറഞ്ഞു. എന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. ഏഷണി പറഞ്ഞ് നടക്കരുതെന്ന് പറഞ്ഞാൽ ഇവർ നടക്കും, വീട് കയറി നടക്കും. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, ഫോണും ഉണ്ടല്ലോ, വാട്സാപ്പും ഒക്കെ ഉണ്ടല്ലോ. ദൈവം പറയുന്നു, എന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തെ വിളിച്ചു വരുത്തരുത്. സ്തോത്രം. കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. പ്രിയരെ, ഏഷണി നിമിത്തം മരണങ്ങൾ ഉണ്ടാകും. കൂട്ടുകാരന്റെ മരണത്തെ നിഷ്കർഷിക്കരുത്. എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ചില ആളുകൾ ഏഷണി പറഞ്ഞ നിമിത്തം, അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട നിമിത്തം, അതിന്റെ സത്യാവസ്ഥ താൻ എത്രത്തോളം പറഞ്ഞിട്ടും അത് ആരും മനസ്സിലാക്കാൻ നിമിത്തം 5 മിനിറ്റത്തെ ഒരു ബുദ്ധിമോശം കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നു, ഏഷണി മരണത്തിലേക്ക് വരെ ആളുകളെ കൊണ്ടെത്തിക്കാം. അതുകൊണ്ട് എൻ്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. കർശനമായ ദൈവത്തിന്റെ ഒരു ഇടപെടലാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഏഷണി പറഞ്ഞ് നടക്കരുതെന്ന് പറയുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, പരകാര്യത്തിൽ ഇടപെടരുത്. എന്തിനാണ് പരകാര്യത്തിൽ ഇടപെടുന്നത്? നിങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള 3 പേരുടെ കാര്യം ചർച്ച ചെയ്യുക. എന്തിനാണ് അവിടെ പ്രസന്റ് അല്ലാത്ത ഒരാളുടെ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളോട് സംസാരിക്കേണ്ട, ഡയറക്റ്റ് കാണുമ്പോൾ സംസാരിക്കുക. അസാന്നിധ്യത്തിൽ എന്തിനു പറയണം? സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായി ആ ഭാഗത്തുനിന്ന് പറഞ്ഞ് ഓടിപ്പോകാം. സ്തോത്രം. ഈ ഏഷണി പറയുന്ന ആളുകൾ അവര് വരുത്തി വെക്കുന്ന വിന വലിയ ഗുരുതരമായ കാര്യങ്ങളാണ്. എന്നിട്ട് അവര് പോയി സുഖമായിട്ട് ഉറങ്ങും, മറ്റുള്ള ആളുകളുടെ ഉറക്കത്തെ കെടുത്തുകയും ചെയ്യും. സ്തോത്രം. വിശ്വാസി സമൂഹത്തിൽ ഇത് കൂടുതലാണ്. അത് വിശ്വാസികളല്ലാത്ത സമൂഹത്തിലുണ്ട്, പാസ്റ്റർമാരുടെ ഇടയിലുണ്ട്, പല ആളുകളുടെ ഇടയിൽ ഇതുണ്ട്. സ്തോത്രം. ഇതിനകത്തൂടെ പോകാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിശ്ചയമായും പോയിട്ടുണ്ടാകും. പക്ഷെ ഇത് നിങ്ങൾ പരത്തിയിട്ടുണ്ടെങ്കിൽ, കഥ മെനഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ഇച്ചിരി കാര്യം എന്തോ കിട്ടി, അതിനെ പൊലിപ്പിച്ചു കൊണ്ടുപോയി പറയുന്നവരുണ്ട്. അതും ഇതിനകത്ത് വരുന്നതാണ്. സ്തോത്രം. മരണശിക്ഷയ്ക്ക് യോഗ്യരായി തീരുമെന്ന് മറന്നു പോകരുത്. സ്തോത്രം. അത് മാത്രമല്ല, ഒരു വേദചിന്തകൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ഞാനത് പറയുന്നതിന് മുമ്പ് സദൃശ്യവാക്യത്തിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ചൊരു വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. സദൃശ്യവാക്യം 18-ാം അധ്യായം. സദൃശ്യവാക്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ആളുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നുണ്ട്. സദൃശ്യവാക്യം 18-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ സ്തോത്രം. സദൃശ്യവാക്യം 18-ാം അധ്യായം 8-ാം വാക്യം. ബൈബിൾ തുറന്ന് നോക്കണേ. സദൃശ്യവാക്യം 18-ാം അധ്യായം 8-ാം വാക്യം. ഏഷണിക്കാരെ കുറിച്ച് പറയുകയാണ്. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ ഇരിക്കുന്നു, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്തോത്രം. അപ്പൊ ഏഷണി പറയുന്നവരുടെ വാക്ക് ഭയങ്കര സ്വാദിഷ്ടമാ, ഭയങ്കര ടേസ്റ്റാ. എത്ര മണിക്കൂർ വേണേലും കേണിരുന്ന് പോകും. 3-4 മണിക്കൂർ ഫോണിൽ സംസാരിക്കും. ഭയങ്കര ടേസ്റ്റ് അല്ലേ? നമ്മളെ കുറിച്ചല്ല പറയുന്നത്, വേറെ ആളുകളെ കുറിച്ചല്ലേ പറയുന്നത്. കേൾക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഏഷണി കേൾക്കാൻ ഇരുന്നു കൊടുത്താൽ ഈ പറയുന്നവൻ നിന്നെക്കുറിച്ച് അപ്പുറത്തും പോയി ഏഷണി പറയും. വളരെ സ്വാദിഷ്ടമാണെന്ന് പറഞ്ഞ് കേട്ടിരുന്നാൽ നാളെ മറ്റൊരിടത്ത് ഏഷണി പറയുന്നതിനകത്ത് പ്രധാന വിഷയം നീ ആയിരിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. ഒരു ടർക്കീഷ് ചിന്തകൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: നിന്നോട് വന്ന ഏഷണി പറയുന്നവൻ നിന്നെക്കുറിച്ചും ഏഷണി പറയും.
അദ്ദേഹം പറഞ്ഞ പദം ഇങ്ങനെ: നിന്നോട് വന്ന് ഏഷണി പറയുന്നവൻ നിന്നെക്കുറിച്ചും ഏഷണി പറയും. ഹൂ ഗോസിപ്പ് ടു യു വിൽ ഗോസിപ്പ് ഓഫ് യു. എല്ലാവരും ഓർത്തിരുന്നാൽ നന്നായിരിക്കും. നല്ല സ്വാദിഷ്ടമായ ഏഷണി കേട്ട്, ചില പാസ്റ്റർമാരെ കുറിച്ചാകാം, വിശ്വാസിയെ കുറിച്ചാകാം, അയലോക്കംകാരെ കുറിച്ചാകാം, കേട്ടിരിക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയോ? ബ്രദറെ, എനിക്കിത് കേൾക്കണ്ട. നോ പറയാൻ കഴിയില്ല. കാര്യം പറയുന്ന ആൾ ചിലപ്പോൾ നിനക്ക് അത്ര വേണ്ടപ്പെട്ട ആളായിരിക്കും. നോ പറയണം. ഇത് ദൈവത്തിൽ നിന്നല്ല. സ്തോത്രം. നീ സ്വാദിഷ്ടമായത് കേട്ടിരിക്കുമ്പോൾ നാളെ ഇവൻ നിന്നെക്കുറിച്ച് പറയും. നീ മറ്റൊരിടത്ത് വല്ലാത്ത അപമാനത്തിലൂടെ പോകേണ്ടി വരും. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഈ വിഷയത്തെക്കുറിച്ച് സ്തോത്രം സദൃശവാക്യത്തിൽ തന്നെ ചില ചിന്തകൾ പറയുന്നുണ്ട്. സ്തോത്രം. അതുകൂടെ ഒന്ന്, ഈ ഏഷണി കൊണ്ട് നിമിത്തം ഉണ്ടാകുന്ന വിഷയം, ഏഷണി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് ഒന്ന് നോക്കാം. സ്തോത്രം. സദൃശവാക്യം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ഈ ഏഷണിക്കാരന്റെ പ്രത്യേകത ചോദിച്ചാൽ, അവനോട് ഒരു കാര്യം പറയാൻ കൊള്ളുകയില്ല. ഒരു ചെറിയ രഹസ്യം പോലും പറയാൻ കൊള്ളുകയില്ല. പറഞ്ഞാൽ അവനത് എന്ത് ചോദിച്ചാൽ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് വെളിപ്പെടുത്തും. മനോരമ വരുന്ന പോലെ വരും. അതുകൊണ്ട് അവനെ വിളിക്കുന്ന പേരാണ് വിടുവായൻ. ഈ വിടുവായനോട് എന്ത് ചെയ്യരുത്? ഇടപെടരുത്. സ്തോത്രം. ഏഷണി പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേ നടക്കും. പ്രത്യേകിച്ച് നീ പരസ്യമൊന്നും കൊടുക്കണ്ട, അവരോട് പറഞ്ഞാൽ മതി, അവർ എല്ലായിടത്തും എത്തിച്ചോളും. ആ വിടുവായവരോട് നീ ഇടപെടരുത്, അകലം പാലിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. അത് മാത്രമല്ല, സദൃശവാക്യം 16-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 16-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, എന്നാൽ ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു, സെപ്പറേറ്റ് ആക്കുന്നു. എത്ര അടുത്തിരിക്കുന്ന ആളുകളാണെങ്കിലും അവരെ സെപ്പറേറ്റ് ആക്കാൻ, വേർപെടുത്താൻ, അത് ഭാര്യയും ഭർത്താവുമാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എത്ര അടുത്തിരിക്കുന്ന അവരെ വേർപെടുത്താൻ ഒറ്റ ഏഷണിക്കാരൻ മതി. സ്തോത്രം. ഒറ്റ ഏഷണിക്കാരൻ നിമിത്തം രാജ്യങ്ങൾ വേണമെങ്കിലും വേർപെട്ടു പോകും. സ്തോത്രം. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വീണ്ടും സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായി പറയുന്നു, ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. കണ്ടോ? വീണ്ടും പറയുന്നു, അവൻ രഹസ്യം വെളിപ്പെടുത്തി നടക്കും. സ്തോത്രം. അപ്പോൾ ഏഷണിക്കാരുമായി കൂടുന്ന ആളുകൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഡാമേജ് ചെറുതല്ല. സ്തോത്രം. അത് മാത്രമല്ല, വളരെ വ്യക്തമായ ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും സദൃശവാക്യത്തിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ. സ്തോത്രം. സദൃശവാക്യം തന്നെ 26-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, സദൃശവാക്യം 26-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിനകത്ത് ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു എന്നാണ്. സ്തോത്രം. അതിന് മുമ്പ് ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്വാദുഭോജനം പോലെയുള്ള വാക്കാണ് ഏഷണിക്കാരന്റെ വാക്ക്. അത് അതിന്റെ മുമ്പിൽ പോയി ഇരുന്ന് കഴിക്കാൻ ഇരുന്ന് കൊടുക്കരുത് ദൈവമക്കൾ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, സ്തോത്രം, പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കൊരിന്ത്യ സഭയോട് പറയുന്നുണ്ട്, ക്ലോവയിൽ നിന്നുള്ള ആളുകളാൽ എനിക്ക് നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ക്ലോവയിൽ നിന്നുള്ള ആളുകളാൽ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് പറയുക, ഇത് ഏഷണി കേട്ടല്ല, ഇന്ന ആളാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളുടെ പേര് പറഞ്ഞോണം. സ്തോത്രം. അതല്ലാതെ സ്തോത്രം, ഒരു കാരണവശാലും നിങ്ങൾ ഈ വിഷയം അവിടുന്ന് ഇവിടുന്ന് കേട്ട വർത്തമാനം കൊണ്ടുപോയി അവിടെ ഇവിടെ പരത്താൻ നിൽക്കരുത്. സ്തോത്രം. അതുകൊണ്ട് ഏഷണി എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നു, മരണശിക്ഷയ്ക്ക് യോഗ്യരാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പുറകോട്ട് മാറാൻ ഒരു തീരുമാനമെടുക്കുക. മുന്നോട്ട് പോകുന്നവർ
ന്യായവിധിക്ക്, ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. അതുമാത്രമല്ല, ഈ ഏഷണിക്കാരെ കൊണ്ട് ഒരു ഗുണമല്ല, ഉണ്ടാകുന്ന എല്ലാം ദോഷമാണ്. ഇനി എഫെസ്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വായിൽ നിന്നാകാത്ത വാക്കുകൾ വരരുത്. ആകാത്ത വാക്ക് കറക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ വരരുത്. വന്നാൽ അടുത്ത വാക്യം പറയുന്നു, 30-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ ഏഷണി പറഞ്ഞാൽ, നുണ പറഞ്ഞാൽ, ദുർവർത്തമാനം പറഞ്ഞാൽ, ദുർവാക്ക് പറഞ്ഞാൽ, ആകാത്ത വാക്കുകൾ പറഞ്ഞാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോകാതെ ദൈവമക്കൾ ഹൃദയത്തെ സംഗ്രഹിക്കുക. ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ എപ്പോഴും ഉറച്ച ചിന്തയായിട്ടിരിക്കട്ടെ. നമുക്കതുകൊണ്ട് ന്യായവിധിക്കും മരണശിക്ഷയ്ക്ക് യോഗ്യമാകുന്ന ഒരു പാവങ്ങളിലേക്കും പോകാതെ നമ്മുടെ നാവിനെയും അതരത്തെയും സൂക്ഷിക്കാം. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.